സനാതന ധർമ്മത്തിനെതിരായ ഉദയനിധി സ്റ്റാലിൻ്റെ 2023 പരാമർശങ്ങൾ വിദ്വേഷ പ്രസംഗത്തിന് തുല്യമെന്ന് മദ്രാസ് ഹൈക്കോടതി. കഴിഞ്ഞ 100 വർഷമായി ദ്രാവിഡ കഴകം വഴിയും പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകം വഴിയും ഹിന്ദുമതത്തിനെതിരെ വ്യക്തമായ ആക്രമണം നടന്നിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഉദയനിധി സ്റ്റാലിൻ ആ ആശയ പരമ്പരയിൽപ്പെടുന്ന നേതാവാണെന്നും കോടതിയുടെ വിമർശനം. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ശ്രീകാന്താണ് നൽകുന്നത്. ശ്രീകാന്ത്, ഈ ദേശീയതയ്ക്കും അതോടൊപ്പം തന്നെ ഹിന്ദു ബോധത്തിനുമെതിരെ വലിയ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം. അപ്പോൾ ആ പാർട്ടിയുടെ ഹിന്ദു വിരുദ്ധ സ്വഭാവത്തിൻ്റെ ചരിത്രം ഉൾപ്പെടെ എടുത്ത് ചെകഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ പുറത്തിട്ടുകൊണ്ടുള്ളൊരു വിമർശനമാണല്ലോ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചാണ് അതിരൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിൻ ലക്ഷണമൊത്ത ഹിന്ദു വിരുദ്ധനാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. സനാതന ധർമ്മത്തിനെതിരായ ഉദയനിധി സ്റ്റാലിന്റെ 2023 വിദ്വേഷ പ്രസംഗം ഹേറ്റ് സ്പീച്ചിന് തുല്യമാണെന്നാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ 100 വർഷങ്ങളായി ദ്രാവിഡ കഴകം വഴിയും പിന്നീട് അത് പേരുമാറി ദ്രാവിഡ മുന്നേറ്റ കഴകമായ ശേഷം അതുവഴിയും ഹിന്ദു മതത്തിനെതിരെ വ്യക്തമായ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഉദയനിധി സ്റ്റാലിൻ ആ ആശയ പരമ്പരയിൽപ്പെടുന്ന നേതാവാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഹേറ്റ് സ്പീച്ച് നടത്തിയവർക്ക് പലപ്പോഴും ശിക്ഷയില്ലെന്നും അതിനെതിരെ പ്രതികരിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നുവെന്നും കോടതി പറയുന്നു. തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇതുവരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് സമഗ്രമായി കോടതി ഇവരുടെ ഈ ഹിന്ദു വിരുദ്ധ നടപടിയെ പൂർണ്ണമായി വിമർശിച്ചിരിക്കുകയാണ്. അതായത് DMKയും അതിന്റെ നേതാക്കളും ഉദയനിധി സ്റ്റാലിനും ലക്ഷണമൊത്ത ഹിന്ദു വിരുദ്ധരാണ്. അതാണ് കോടതി പറയുന്നത്. ഓക്കെ, DMKയുടെ ഹിന്ദു വിരുദ്ധ സമീപനത്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഉദയനിധി സ്റ്റാലിനെതിരെ രൂക്ഷമായ വിമർശനം മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. 2023 ഉദയനിധി സ്റ്റാലിൻ DMK പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഹിന്ദു ധർമ്മം എന്നത്, അല്ലെങ്കിൽ സനാതന ധർമ്മം എന്നത് ഒരു മഹാമാരിയാണ് എന്നൊരു വിമർശനം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി പറയുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. DMKയുടെ മുൻകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഹിന്ദുത്വത്തിനെതിരെ, ദേശീയതയ്ക്കെതിരെ തുടർച്ചയായി ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സ്വഭാവമുള്ള അവരുടെ പരമ്പരയിൽപ്പെടുന്ന മറ്റൊരു നേതാവ് മാത്രമാണ് ഈ ഉദയനിധി സ്റ്റാലിൻ എന്നാണ് മദ്രാസ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേർന്നത്.